Hi all. Today we are going to discuss a new poem. Tonight I can write the saddest lines by Pablo Neruda. Pablo Neruda, as you know, is a Chilean writer. His name was Ricardo Elisha Neftali Reis Bosalto. അദ്ദേഹത്തിൻ്റെ പേര് റിക്കാർഡോ എലീഷ നെഫ്റ്റാലി റെയ്സ് ബസാൽറ്റോ എന്നായിരുന്നു. ഹു ലേറ്റർ അഡോപ്റ്റഡ് ദ നെയിം പബ്ലോ നെരൂദ. പബ്ലോ നെരൂദ എന്ന പേര് പിന്നീട് അദ്ദേഹം സ്വീകരിച്ച പേരാണ്. ഹി വാസ് ബോൺ 1902 ആൻഡ് വാസ് ഡൈഡ് 1973. ഓക്കെ, ഹി കംസ് ഫ്രം പരാൽ, എ സ്മോൾ വില്ലേജ് ഇൻ ദ സെൻട്രൽ വാലി ഓഫ് ചിലി. ഹി കംസ് ഫ്രം എ സ്മോൾ വില്ലേജ് നെയ്മഡ് പരാൽ ഫ്രം ചിലി. His poetic talent was spotted by Gabriel Mistral, who was the first recipient of Nobel Prize for Literature from a Latin American country. Latin American രാജ്യത്തിൽ നിന്ന് ആദ്യത്തെ നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള ഗബ്രിയൽ മിസ്ട്രാൽ ആണ് അദ്ദേഹത്തിലെ ഈ പോയറ്റിക് ടാലൻറ്റ് കണ്ടെത്തുന്നത്. Interestingly, Neruda also received Nobel Prize for Literature in 1971. അദ്ദേഹത്തിൻ്റെ ഈ പോയറ്റിക് ടാലൻറ്റ് കണ്ടെത്തിയ ഗബ്രിയൽ മിസ്ട്രാലിനെ പോലെ തന്നെ നെരൂദയും 1971 ഈ നൊബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഹി റിസീവ്ഡ്. ഹിസ് പോയട്രി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സർറിയലിസ്റ്റ് ആൻഡ് സിംബലിസ്റ്റ് മൂവ്മെൻറ്റ്സ്. His poetry is influenced by surrealist and symbolist movements. See, two movements in modernism. മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിലെ രണ്ട് പ്രധാനപ്പെട്ട മൂവ്മെൻ്റ് ആയിട്ടുള്ള സർറിയലിസ്റ്റ് സിംബലിസ്റ്റ് മൂവ്മെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ കവിത സ്വാധീനിച്ചിരുന്നു. ഔട്ട് ഓഫ് ഹിസ് അഡ്മിറേഷൻ ഫോർ ഈസ്റ്റ് യൂറോപ്യൻ പോയട്രി ആൻഡ് പോയറ്റ്സ്, ഹി ടുക്ക് ദ നെയിം നെരൂദ ഫ്രം ഇയാൻ നെരൂദ. ഈസ്റ്റ് യൂറോപ്യൻ പോയട്രിയോടുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത അഭിനിവേശവും അതുപോലെ തന്നെ ഈസ്റ്റ് യൂറോപ്യൻ പോയറ്റ്സിനോടുള്ള അഭിനിവേശവും കാരണം ഇയാൻ നെരൂദയിൽ നിന്നാണ് അദ്ദേഹം നെരൂദ എന്നുള്ള പേര് സ്വീകരിച്ചത്. ഹു ഈസ് ഇയാൻ നെരൂദ? ദ ചെക്ക് ഷോർട്ട് സ്റ്റോറി റൈറ്റർ, പോയറ്റ് ആൻഡ് ലീഡർ ഓഫ് ഈസ്റ്റ് യൂറോപ്യൻ സിംബലിസ്റ്റ് സ്കൂൾ. Critics have not been able to discover the source of his first name പാബ്ലോ എന്ന അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നെയിമിൻ്റെ സോഴ്സ് ഇതുവരെ ക്രിറ്റിക്സ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് സർമൈസ്ഡ് ദാറ്റ് ഇറ്റ് ഫോളോസ് ഫ്രം പോൾ, വിച്ച് ഇൻ ഹിബ്രു മീൻസ് ഹി ഹൂ സ്പീക്സ് ബ്യൂട്ടിഫുൾ തിങ്സ്. സംടൈംസ് ഇറ്റ് മേ ബി ഫ്രം പോൾ, ആൻഡ് സം ഓഫ് ഹിസ് നോട്ടബിൾ കൺട്രിബ്യൂഷൻസ് ടു വേൾഡ് പോയട്രി ആർ ദ ഹൈറ്റ്സ് ഓഫ് മാഷു പിച്ചു, ദ റെസിഡൻസ് സൈക്കിൾ ആൻഡ് കാൻറ്റോസ് ജനറൽ. 20 love poems and a song of despair is the most widely translated work of Neruda. ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട നെരൂദയുടെ വർക്കാണ് 20 love poems and songs of despair. The American poets W.S. Merwin and Robert Bly are some of the well-known poets who have translated Neruda. നെരൂദയുടെ കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും അറിയപ്പെട്ട രണ്ട് കവികളാണ് അമേരിക്കൻ പോയറ്റ്സ് ആയിട്ടുള്ള W.S. Merwin ആൻഡ് റോബർട്ട് ബ്ലൈ. Neruda's poetry exhibits lyrical impulses and romantic longings for person and places. അദ്ദേഹത്തിൻ്റെ കവിത വ്യക്തികളെയും അതുപോലെ തന്നെ പ്രദേശങ്ങൾക്കും സ്ഥലങ്ങളോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത അഭിനിവേശവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലിറിക്കൽ ക്വാളിറ്റിയൊക്കെ എക്സിബിറ്റ് ചെയ്യുന്ന കവിതകളാണ്. ബട്ട് നെരൂദാസ് ഓവിയോ ഓൾസോ ഇൻക്ലൂഡ്സ് പോയംസ് ദാറ്റ് ആർ ഡീപ്ലി പൊളിറ്റിക്കൽ. അദ്ദേഹത്തിൻ്റെ poetic collection also includes poems that are political. രാഷ്ട്രീയ കവിതകളുമുണ്ട്. The topical and deeply political nature of some of his poems has been eclipsed by the popularity of 20 love poems and a song of despair, with which he is identified in public imagination. അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ കവിതകൾ, അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഈ രാഷ്ട്രീയ മാനങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസക്തമായ ടോപ്പിക്സൊക്കെ അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കവിതയുടെ
പ്രസിദ്ധി. ആ കവിതയുടെ പേരാണ് 20 ലവ് പോയംസ് ആൻഡ് എ സോങ് ഓഫ് ഡെസ്പെയർ. അതാണ് അദ്ദേഹത്തിന് പൊതു മനസ്സിൽ ഇടം നേടിക്കൊടുത്ത ഒരു കവിതയാണ് ദ 20 ലവ് പോയംസ് ആൻഡ് എ സോങ് ഓഫ് ഡെസ്പെയർ. നെരൂദ wrote poems about dictionaries, a cup of tea, and also poems about very ordinary objects including the national dish of Chile. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഡിക്ഷണറിയെക്കുറിച്ചുള്ള കവിതകൾ ഉണ്ട്, കപ്പ് ഓഫ് ടീയെക്കുറിച്ചുള്ള കവിതകളുണ്ട്, അതുപോലെ തന്നെ സാധാരണ ഒബ്ജക്ട്സ് ആയിട്ടുള്ള നാഷണൽ ഡിഷ് ഓഫ് ചിലിയുടെ ദേശീയ ഡിഷ്, അതിനെക്കുറിച്ച് വരെ അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ട്. ഫോർ ഹിം നോ ടോപ്പിക് വാസ് ടു ലോ ടു ബി റിജക്റ്റഡ് ആസ് എ സബ്ജക്റ്റ് ഓഫ് പോയട്രി. ഒരു കവിതയ്ക്ക് വിഷയമെന്ന നിലയിൽ ഒരു ടോപ്പിക്കും അദ്ദേഹം എന്താക്കിയിട്ടുണ്ടായിരുന്നില്ല, ലോ ആണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഫോർ ഹിം നോ ടോപ്പിക് വാസ് ടു ലോ ടു ബി റിജക്റ്റഡ് ആസ് എ സബ്ജക്റ്റ് ഓഫ് പോയട്രി. അതായത് ഓർഡിനറി ലൈഫിൽ നിന്നുള്ള ഏത് ഒബ്ജക്റ്റും അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് ഇതിവൃത്തമായി വന്നിട്ടുണ്ട് എന്നർത്ഥം. നെരൂദ സെർവ്ഡ് ആസ് ഹിസ് കൺട്രീസ് അംബാസിഡർ ടു ഫ്രാൻസ്. അദ്ദേഹം ഫ്രാൻസിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപ്രതിനിധിയായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്, നയതന്ത്ര പ്രതിനിധിയായി അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. He also visited the East in official capacity, and his poetry bears the impress of his travels. He also visited the East. He had visited East, and he had strong admiration for East Europe in official capacity, and his poetry bears impress of his travels. അദ്ദേഹത്തിൻ്റെ കവിതകൾ അതിലെ ശകലങ്ങൾ കാണാൻ കഴിയും, അതിൻ്റെ അടയാളങ്ങൾ കാണാൻ കഴിയും, അദ്ദേഹത്തിൻ്റെ യാത്രകളുടെ അടയാളങ്ങൾ കാണാൻ കഴിയും. Being a close friend of Salvador Allende, he later became president of Chile. Neruda had to undergo political trial for his writings, which appeared in the national dailies of Caracas, and had to flee for his life under the dictatorship of González Videla. അദ്ദേഹം സാൽവഡോർ അലൻറ്റയുടെ ഒരു അടുത്ത സുഹൃത്തായതുകൊണ്ട് തന്നെ സാൽവഡോർ അലൻറ്റെ ഹു ലേറ്റർ ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ചിലി, അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള വിചാരണ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തിന് രാഷ്ട്രീയമായ വിചാരണ നേരിട്ടിട്ടുണ്ടായിരുന്നത്? ഫോർ ഹിസ് റൈറ്റിംഗ് വിച്ച് അപ്പിയർഡ് ഇൻ ദ നാഷണൽ ഡെയിലീസ് ഓഫ് കരാക്കസ് എന്ന ദേശീയ ദിനപത്രത്തിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ വിചാരണ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ഹാഡ് ടു ഫ്ലീ ഫോർ ഹിസ് ലൈഫ്, ജീവനും കൊണ്ട് ഓടേണ്ടി വന്നിട്ടുണ്ട് അണ്ടർ ദ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ഗൊൺസാലസ് വിദേലയുടെ സ്വേച്ഛാധിപത്യത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ജീവനും കൊണ്ട് രക്ഷപ്പെടേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. ഡ്യൂറിങ് ദീസ് ഡാർക്ക് ഡേയ്സ് ഓഫ് ഹിസ് ലൈഫ് he was supported and protected by his people. ഈ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദീസ് എക്സ്പീരിയൻസസ് ആർ റീകൗണ്ടഡ് ഇൻ ഹിസ് മെമ്മേഴ്സ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മെമ്മേഴ്സ് എന്ന ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം എന്താക്കിയിട്ടുണ്ട്, പുനരവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ അദ്ദേഹം അത് കുറിച്ച് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മെമ്മേഴ്സ് എന്നുള്ള ഓർമ്മക്കുറിപ്പിൽ. ഇൻ 1973 Cumanto, the famous publishing house founded by Salvador Allende, published Neruda's political work, A Call for the Destruction of Nixon and Price for the Chilean Revolution, 1973. 1973 ഒരു പ്രസിദ്ധമായ പബ്ലിഷിംഗ് ഹൗസായിട്ടുള്ള ക്യുമാൻറ്റോ, പബ്ലിഷിംഗ് ഹൗസ് വാസ് ഫൗണ്ടഡ് ബൈ സാൽവഡോർ അലൻറ്റെ എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ക്യുമാൻറ്റോ എന്ന പബ്ലിഷിംഗ് ഹൗസ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വർക്ക്, പൊളിറ്റിക്കൽ വർക്ക് പബ്ലിഷ്ഡ് ആസ് എ കോൾ ഫോർ ഡിസ്ട്രക്ഷൻ ഓഫ് നിക്സൺ ആൻഡ് പ്രൈസ് ഫോർ ദ ചിലിയൻ റെവല്യൂഷൻ. സി, ദ നെയിം ഓഫ് ദ വർക്ക് വാസ് എ കോൾ ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് നിക്സൺ ആൻഡ് പ്രൈസ് ഫോർ ദ ചിലിയൻ റെവല്യൂഷൻ. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1973. Neruda saw the poet as an artist, an idea that he stressed in his Nobel Prize acceptance speech. Neruda saw the poet as an artisan. നെരൂദ കവിയെ ഒരു ആർട്ടിസാൻ ആയിട്ടാണ് അദ്ദേഹം കണ്ടത്, ഒരു കൊത്തുപണിക്കാരനെ പോലെ, ഒരു ശില്പിയെ പോലെ. അത് അദ്ദേഹം ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു ഐഡിയ അദ്ദേഹം തൻ്റെ നോബൽ പ്രൈസ് ആക്സെപ്റ്റൻസ് സ്പീച്ചിൽ ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്.
Neruda died of cancer in 1973. He died of cancer in 1973. Historians of Latin American poetry mark his death as the end of great period, not just in Latin American poetry, but in the lines of Chilean. ഈ ലാറ്റിൻ അമേരിക്കൻ പോയട്രിയുടെ ചരിത്രകാരന്മാർ അദ്ദേഹത്തിൻ്റെ മരണത്തെ ലാറ്റിൻ അമേരിക്കൻ പോയട്രിയുടെ ഒരു വലിയ കാലഘട്ടത്തിൻ്റെ അവസാനം എന്നാണ് മാക്കിയത്. എന്ന് മാത്രമല്ല, ബട്ട് ഇൻ ദ ലൈഫ്സ് ഓഫ് ചിലി നിവാസികളുടെ ജീവിതത്തിലും ഒരു വലിയ ഒരു മഹാ കാലഘട്ടത്തിൻ്റെ അവസാനം എന്നാണ് അവരെന്താക്കിയത്, മാർക്ക് ചെയ്തത്. ഹിസ്റ്റോറിയൻസ് ഓഫ് ലാറ്റിൻ അമേരിക്കൻ പോയട്രി മാർക്ക് ഹിസ് ഡെത്ത്, അദ്ദേഹത്തിൻ്റെ മരണത്തെ മാർക്ക് ചെയ്തിട്ടുള്ളത് ആസ് ദ എൻഡ് ഓഫ് എ ഗ്രേറ്റ് പീരീഡ്, നോട്ട് ജസ്റ്റ് ഇൻ ലാറ്റിൻ അമേരിക്കൻ പോയട്രി, ലാറ്റിൻ അമേരിക്കൻ പോയട്രിയിൽ മാത്രമല്ല, ബട്ട് ഇൻ ദ ലൈഫ്സ് ഓഫ് ചിലി നിവാസികളുടെ ജീവിതത്തിലും ഒരു മഹാ കാലഘട്ടത്തിൻ്റെ അവസാനമായിട്ടാണ് ലാറ്റിൻ അമേരിക്കൻ പോയട്രിയുടെ ചരിത്രകാരന്മാർ അദ്ദേഹത്തിൻ്റെ മരണത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. Majori Agustin writes, the death of Pablo Neruda, who vindicated Latin American poetry in the eyes of the world and especially in his own country, coincided with the death of another person. മർജോറി അഗോസ്റ്റിൻ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ മരണം, അതുപോലെ തന്നെ അദ്ദേഹം ലോകത്തിൻ്റെ കണ്ണിൽ ലാറ്റിൻ അമേരിക്കൻ പോയട്രിയെ ലോകത്തിൻ്റെ കാഴ്ചയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം രാഷ്ട്രീയ കാഴ്ചപ്പാടിലും അടയാളപ്പെടുത്തിയിട്ടുള്ള പാബ്ലോ നെരൂദയുടെ മരണത്തിൻ്റെ സമയത്ത് തന്നെ മറ്റൊരു മരണവും സംഭവിക്കുന്നുണ്ട്. അതാരാണ്? സൽവദോർ അലൻഡി. അതാണ് അമേരിക്കൻ ഡെമോക്രാറ്റിക് സ്പിരിറ്റിൻ്റെ അടയാളമായിരുന്നു ആരെ? സൽവദോർ അലൻഡി. ആ മരണവും ഈ മരണവും ഒരുമിച്ചാണ് സംഭവിച്ചത്. വിത്ത് ദ പാസിംഗ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ഹോപ്പ് ലിഫ്റ്റ് ബൈ ദ ചിലിയൻ പീപ്പിൾ. സൽവദോർ അലൻഡിയുടെയും അതുപോലെ തന്നെ പാബ്ലോ നെരൂദയുടെയും മരണത്തോടുകൂടി ചിലിയൻ നിവാസികളുടെ പ്രതീക്ഷയുടെ ഒരു കാലഘട്ടമാണ് എന്താക്കിയിട്ട് അവസാനിച്ചിട്ടുള്ളത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. These are some points regarding the life of Pablo Neruda. Then we have to learn. Tonight I can write the saddest line in this paper. We will discuss the poem and will give an introduction in the next class. Okay, thank you.